നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. നമ്മളിത് കുറച്ച് പുതിയ മാലകളുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ത്രെഡ് ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 മാലകളും പിന്നെ ഒരു ക്രിസ്റ്റൽ മാലയുമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് മറന്നു പോകണ്ട. രൂപകല ക്രിയേഷൻസ് ബൈ പ്രീതാമരി എന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. നമ്മുടെ പ്രൊഡക്റ്റും അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ്. നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേജ് വിസിറ്റ് ചെയ്യാം, കൂടുതൽ കളക്ഷൻസ് കാണാനും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ്, നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അധികം താമസിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഈ ത്രെഡ് ബീഡ്സും ഇടയ്ക്ക് സിൽവർ ബീഡ്സും കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ്. ക്ലാസിക് ആയിട്ടുള്ള ഒരു പീസാണ്. സാരിയോടൊക്കെ വെയർ ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. നമുക്കിതിന് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ത്രെഡ് ഡോറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിനോട് കുറുകിയിരിക്കേണ്ട, ലെങ്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ത്രെഡ് ഡോറിയോടുകൂടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബീഡ്സ് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ കളറുകളിലൂടെയും നമുക്ക് ധരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ്. അടുത്ത പീസ് കാണാം. അടുത്തതൊരു കോയിൻ നെക്ക് പീസാണ്. കോയിൻസും ത്രെഡ് ബീഡ്സും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനും ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡോറിയാണ്. നമുക്ക് ലെങ്ത് കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാൻ പറ്റും. കോയിൻ നെക്ക് പീസിൻ്റെ വേറൊരു കളക്ഷൻസ് ഞാൻ അധികം താമസിയാതെ കൊണ്ടുവരുന്നുണ്ട്. ഈ ത്രെഡ് ബീഡ്സ് കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഡോറിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ ഇടാം, അല്ലാതെ വേണമെങ്കിലും നമുക്ക് ഇടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണയായി നമ്മൾ സിൽവർ ബോർഡറുള്ള സാരിയുടെ കൂടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സിൽവർ ഡ്രസ്സ് മാച്ച് ചെയ്യുന്ന ടൈപ്പ് സാരിയുടെ ഒക്കെ ആയിരിക്കും ഇത് കൂടുതൽ പെയർ ചെയ്യാൻ നല്ലത്. അപ്പം ഞാനിന്ന് ധരിച്ചിരിക്കുന്നത് കുറച്ച് ഗോൾഡൻ ബോർഡറുള്ള സാരിയാണ്. ഗോൾഡൻ ബോർഡറുള്ള സാരികളോട് സിൽവർ ജ്വല്ലറികൾ സാധാരണ മാച്ചാകാറില്ല. ഞാനിപ്പോൾ അത് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത പീസ് കാണാം. ഇത് നമ്മൾ മുമ്പേ കണ്ട ഒരു ബ്ലാക്ക് ത്രെഡ് ബീഡ്സും സിൽവർ ബീഡ്സ് കൂടെ സെറ്റ് ചെയ്തൊരു മാല കണ്ടിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു ബീഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന ബീഡ്സ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരുന്നു, കുറച്ച് വലിപ്പമുള്ള ബീഡ്സ് ആയിരുന്നു. ഇതും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ ഓൾറെഡി ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ത്രെഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്ത് ഇതിന് കിട്ടും. നിങ്ങൾക്ക് ലെങ്ത് ആവശ്യമാണെങ്കിൽ അങ്ങനെ നല്ല ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബീഡ്സ് നമ്മൾ ഇങ്ങനെയാണ്, കുറച്ചൊരു വലിപ്പമുള്ള ബീഡാണ്. ഇതിൻ്റെ ബീഡ് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബീഡാണ്. അപ്പം ഗ്രീൻ കളറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പീസ് ഉണ്ട്.